ഡ്രൈവർ മദ്യലഹരിയിലായതിനാൽ കോഴിക്കോട് ചെന്നൈ സ്വകാര്യ ബസ് സർവീസ് തടഞ്ഞ് യാത്രക്കാർ. ഭാരതി ട്രാവൽസിന്റെ ബസ്സിലാണ് സംഭവം. ഡ്രൈവറും സഹായിയും മദ്യലഹരിയിൽ എന്നും അപകട രീതിയിലാണ് വാഹനം ഓടിച്ചതെന്നും യാത്രക്കാർ പറഞ്ഞു. വണ്ടി ഹൈവേയിൽ കയറിയപ്പം വണ്ടി ഒരു ഭയങ്കര കൺട്രോൾ ഇല്ലാതെ പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആയിട്ട് ഇങ്ങനെ ട്രാക്ക് മാറി മാറി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയി ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ വണ്ടിക്ക്, വണ്ടി ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പം പുള്ളി പറഞ്ഞില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ, കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് പുള്ളിൻ്റെ സംസാരം കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡൗട്ട്, പുള്ളി കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ചേട്ടാ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇല്ല, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിലും ഗ്ലാസും കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി പുള്ളി ഡ്രങ്കാന്നുള്ള കാര്യത്തിൽ. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, കോഴിക്കോട്ട് നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു ബസ് അല്ലേ? ഭാരതി ട്രാവൽസിന്റെ ബസ്സാണ്. ഇതെപ്പോഴാണ് ഈ സംഭവം? രാത്രിയായിരുന്നോ? അനുജ, കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തി യാത്രക്കാരനുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇത് ബോധ്യപ്പെടുന്നത് യാത്രാ മധ്യേ ഒരിടത്ത് ചായ കുടിക്കാൻ ഈ ബസ് നിർത്തുന്നു. ആ ചായക്കടയിൽ വെച്ച് അവിടുത്തെ ജീവനക്കാരനുമായി ഈ ഡ്രൈവർ തർക്കിക്കുന്നു. തുടർന്ന് തന്റെ ഒപ്പം ഉണ്ടായിരുന്ന യാത്രക്കാരൊക്കെ ഈ ബസ്സിൽ കയറിയിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ ഈ ബസ്സും എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഏറെ ദൂരം കഴിഞ്ഞാണ് ഈ യാത്രക്കാരനടക്കം ബസ്സിലേക്ക് തിരികെ കയറാൻ കഴിഞ്ഞത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ട്രാവൽസിന്റെ ഭാഗത്തു നിന്നുണ്ടായി, ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത്രയും പേരുടെ ജീവനും കൊണ്ട് പന്താടുന്ന തരത്തിലാണ് ഇയാൾ ആ യാത്രയിൽ ഉടനീളം ഇയാളുടെ ഡ്രൈവിംഗ് എന്നാണ് പറയുന്നത്. പലപ്പോഴും സ്ട്രെയിറ്റ് റോഡായിട്ട് പോലും ഇടത്തോട്ടും വലത്തോട്ടും ബസ് തിരിയുന്ന സാഹചര്യം ഉണ്ടായി. മദ്യലഹരിയിലായിരുന്നു ഡ്രൈവറും ക്ലീനറും. അതായത് ക്ലീനർ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഇത്ര വലിയ തർക്കം അവിടെ നടക്കുമ്പോഴും ഈ ക്ലീനർ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും വലിയ രീതിയിലുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ട്രാവൽസുകൾക്ക് അവരുടെ ബസ് പുറത്തിറക്കാനുള്ള അനുമതി പോലും നൽകരുത് എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ആളുകളുടെ ജീവൻ പന്താടുന്ന ഡ്രൈവർമാർ അവരെ നിരത്തിലിറങ്ങാൻ പോലും അനുവദിക്കരുത് എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇക്കാര്യത്തിൽ നടപടിയൊന്നും എടുത്തതായി നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് വിവരമില്ല. ഇതൊരു ദീർഘദൂര സർവീസാണ് എന്ന് കൂടി നമ്മൾ ഓർക്കണം. അതായത് ഒന്നോ രണ്ടോ ഡ്രൈവർമാർ വളരെ വിജിലന്റ് ആയിരിക്കേണ്ട വളരെ ദീർഘദൂര സർവീസാണ്. ആ സർവീസിലാണ് ഇത്തരത്തിൽ മദ്യം ഉപയോഗിച്ചുകൊണ്ട്, ഡ്രൈവിംഗിനിടെ പോലും മദ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡ്രൈവർ കൊണ്ടുപോകുന്നത്. ഇത് ചോദിക്കുമ്പോഴാകട്ടെ യാത്രക്കാരോട് കയർക്കുന്നതും. അനുജ, നിഖിൽ, അവസാനം എന്താണ് സംഭവിച്ചത്? യാത്രക്കാർ തടഞ്ഞു എന്ന് പറയുന്നു. പിന്നീട് ഈ ബസ് സർവീസ് തുടരുകയായിരുന്നോ? ഇത് സംഭവിച്ചത് ദീർഘനേരം ഇയാൾ ഈ യാത്രക്കാരോട് കയർക്കുകയുണ്ടായി. അതായത് ലൈറ്റ് ഓഫ് ആക്കുന്നു, തന്റെ ദൃശ്യങ്ങൾ എടുക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ ഈ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വാഹനം ഇടിപ്പിച്ച് കൊല്ലുമെന്നുള്ള ഭീഷണിയിലേക്ക് ഈ ഡ്രൈവർ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ടോൾ പ്ലാസയിൽ ഈ വാഹനം നിർത്തിയപ്പോൾ ഇയാൾ മദ്യക്കുപ്പിയുമായി ഇറങ്ങി ഓടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ഈ ട്രാവൽസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലുള്ള ഇടപെടലും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും യാത്രക്കാരുടെ ജീവൻ പന്താടുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ ട്രാവൽസിന്റെയും ഡ്രൈവറുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അനുജ, നിഖിൽ, ഇപ്പോൾ ഇത് ഈ ദൃശ്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഈ ഡ്രൈവറുടെ കയ്യിൽ ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട്, ഒരു പൊതിയുണ്ട്. അതും എന്തോ ഒരു പുകയില ഉത്പന്നമാണെന്ന് തോന്നുന്നു. നിരോധിത വസ്തു എന്തോ ആണെന്ന് പറയുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളുമായി ഞാൻ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ പൂർണ്ണമായ ലഹരിയിലാണ്. അതായത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ദീർഘദൂര സർവീസ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെന്തോ ഒരു മാൻഡേറ്ററി ആയ കാര്യമാണ് എന്നുള്ള തരത്തിലൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ഇവരോട് കയർക്കുന്നത്. ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളോട് കയർക്കുന്നത്. ആ തരത്തിലാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ള, വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. കാരണം ഇത്രയധികം യാത്രക്കാരെയും കൊണ്ട് യാത്രക്കാർ സ്വാഭാവികമായിട്ട് രാത്രിയിലൊക്കെ പലരും ഉറങ്ങുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത് ദിശ തെറ്റിയാണോ പോകുന്നത് എന്ന് ബോധ്യപ്പെടാൻ പോലും കഴിയില്ല. ഇതിപ്പോൾ ഒരു യാത്രക്കാരന് സംശയം തോന്നാൻ കാരണം ഇത്ര പെട്ടെന്ന് തന്റെ ഒപ്പമുള്ള യാത്രക്കാരെ പോലും കൂട്ടാതെ ഇയാൾ ചായ കുടിക്കാൻ നിർത്തിയെടുത്തു നിന്ന് ബസ് എടുത്ത് പോയതിനാലാണ് ഒരു സംശയം തോന്നിയത്. പിന്നീട് ഈ ഡ്രൈവിംഗ് ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് പല സമയത്തും ഒരാവശ്യമില്ലാതെ പലയിടത്തേക്കും ഈ ബസ് വെട്ടിക്കുന്നതായി അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് ക്യാബിനിൽ ചെന്ന് ചോദിക്കുന്നത്, ചേട്ടാ നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ രൂക്ഷമായിട്ടുള്ള ഗന്ധം വരികയാണ്. ഈ കുപ്പി അവിടെ കാണുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത് ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇത് മോട്ടോർ വാഹന വകുപ്പിന് മുന്നിലേക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മുന്നിലേക്കൊക്കെ നമ്മൾ ഈ വിഷയം വെക്കുകയാണ്. ഒരുപാട് ആളുകളുടെ ജീവനും കൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തണം എന്നുള്ളൊരു ആവശ്യമാണ് യാത്രക്കാർ ഒന്നടങ്കം മുന്നോട്ട് വെക്കുന്നത്. അനുജ.
നിഖിൽ പ്രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ രാത്രിയാണ്. കോഴിക്കോട് നിന്ന് ചെന്നൈക്ക് പോകുന്ന ഭാരതി ട്രാവൽസിന്റെ ബസ്, അതിൽ യാത്രക്കാരന് സംശയം തോന്നുന്നു, ഡ്രൈവിംഗിനുണ്ടായ സംശയം, മറ്റു ചില പെരുമാറ്റ രീതികളിലെ സംശയം. അതേ തുടർന്നാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ യാത്രക്കാരൻ ശ്രമിച്ചത്. മദ്യപിച്ചിരുന്നു എന്നുള്ളത് പക്ഷേ അയാൾ സമ്മതിക്കാൻ തയ്യാറായില്ല. അയാളുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാണുന്നുണ്ട്, അതൊരു നിരോധിത പുകയില ഉത്പന്നമാണ്. അങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നു, അയാളുടെ സഹായിയും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ വിഷയമാണ്. ഈ വിഷയം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ, ഒപ്പം തന്നെ ഗതാഗത മന്ത്രി ഈ വിഷയത്തിന്റെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ വിഷയം കൊണ്ടുവരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.